ആ യുദ്ധം എവിടെ നിന്നാണ് വരിക? തഖ്റുജുൽ ഫിത്നത്തു മിനൽ മശ്രിഖ്, തഖ്റുജുൽ ഫിത്നത്തു മിനൽ മശ്രിഖ്. എല്ലാ ഫിത്നകളും തുടങ്ങുന്നത് അങ്ങകലെ റഷ്യയുടെ, യൂറോപ്പിന്റെ, അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണ്. അവിടെ നിന്നാണ് സകലമാന ഫിത്നയും വരിക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഖ്റുജു ഫിത്നത്തുൽ മൽഹമത്തുൽ കുബ്റാ. ഭീകരമായ യുദ്ധങ്ങളും എല്ലാവിധ കലാപങ്ങളും ചൈനയുമായിട്ട് ട്രംപ് ഏറ്റുമുട്ടുന്നു. നമുക്ക് വന്നതിന് ശേഷം ഒരു രാജ്യത്തിന് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായിട്ട് ഏറ്റുമുട്ടുന്നു. ചൈന ഇന്ന് അമേരിക്കയുടെ സോയാബീൻ വേണ്ടെന്ന് പറയുന്നു, ഇറക്കുമതി തീരുവ കൂട്ടുന്നു. ചൈന വലിയൊരു ഭീഷണിയായി മാറുന്നു. ഈ ഒരു ഹബീബ് പറയുന്ന ഭൂപടത്തിൽ ചൈന, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ജോർദൻ, ഷാം, ഇതൊരു വലിയൊരു അച്ചുതണ്ട്, അതൊരു ഭാഗമാണ്. വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് കടന്നു പോവുകയാണ്. പുതിയ പുതിയ സൗഹൃദ വലയങ്ങൾ. ഇന്ത്യ റഷ്യയെ കെട്ടിപ്പിടിക്കുന്നു, അമേരിക്ക റഷ്യയെ തലാക്ക് ചെല്ലുന്നു. തലാക്ക് ചെല്ലിയ ഇന്ത്യ പാകിസ്ഥാനെ തലാക്ക് ചെല്ലിയ ഇന്ത്യ ഒരു രണ്ടാം കല്യാണം നടത്തുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട്. പാകിസ്ഥാനുമായി മുടി കൊല്ലിയ ഇന്ത്യ നമ്മുടെ രാജ്യം അഫ്ഗാനിസ്ഥാനുമായി കൂടെ നിൽക്കുന്നു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇത്രയും നീളമുള്ള തലപ്പാവും ജുബ്ബയും ധരിച്ച അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ഇന്ത്യയുടെ മന്ത്രിമാർ സമാധാനവാദികളാണെങ്കിൽ പലസ്തീൻ അംബാസഡറിന്റെ കൂടെ ചേർന്ന് ഞങ്ങൾ സമാധാനവാദികളാണ്. അവർക്ക് 13, 13, നമുക്കും 13, 11 എന്നാണ് അഫ്ഗാൻ താലിബാൻ സർക്കാർ എന്നാണ് മുമ്പോട്ട് പോയത്? ലജ്ജിച്ചു പോയില്ലേ? ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട തീവ്ര സംഘടനയുടെ നിയന്ത്രണത്തിൽ ഡൽഹി നടക്കുന്ന ഒരു സ്കൂളിലേക്ക് അഫ്ഗാനിന്റെ വിദേശകാര്യമന്ത്രിയെ ക്ഷണിച്ചു. കയറി വന്ന അദ്ദേഹത്തിന് ഒരു സ്ത്രീ ഹസ്തദാനം കൊടുത്തപ്പോൾ അദ്ദേഹം മാറി നിന്നു. എന്നിട്ട് അയാൾ അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി ചോദിച്ചത്, നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങൾ അഫ്ഗാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലെന്ന്? 3.25 ലക്ഷത്തോളം വരുന്ന പെൺകുട്ടികൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടെന്ന് വളരെ മനോഹരമായി പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രചണ്ഡവാദങ്ങൾ കെട്ടടിയുകയും. ഇനിയിപ്പോ അഫ്ഗാന്റെ താലിബാനെ കുറിച്ച് പറയാം. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭീകരവാദിയാവൂല. കാരണം എന്തുകൊണ്ട്? ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥിയായിട്ട് വന്നല്ലോ, അപ്പൊ നമ്മൾ ബഹുമാനിക്കണമല്ലോ. സഹോദരി, എവിടേക്കാണ് ഇത് കടന്നു പോവുക? യുദ്ധങ്ങൾ ഇങ്ങനെ അമേരിക്ക റഷ്യയുമായി ഇടയുന്നു, അമേരിക്ക പാകിസ്ഥാനുമായി കൂട്ടുകൂടുന്നു, ഇന്ത്യ പാകിസ്ഥാനുമായി അകലുന്നു, അഫ്ഗാനിനെ പുതിയ ആത്മമിത്രമാക്കുന്നു, റഷ്യയും ക്രൊയേഷ്യയും ആഭ്യന്തര ബുദ്ധിമുണ്ടാകുന്നു. ഫലസ്തീനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സഭയിൽ ആ ഫലസ്തീനിലെ പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കിയ അതോട് ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനിയെ കടത്തിവിട്ടുന്ന രാക്ഷസത്തിന്റെ പ്രതീകമായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അയാൾ ലോകന്റെ നരബോധിയാണെന്ന് പറഞ്ഞത് അറബ് രാഷ്ട്രത്തലവന്മാരല്ല, സാക്ഷാൽ കൊളംബിയയുടെ പ്രസിഡന്റിനെ ഐക്യരാഷ്ട്രസഭയുടെ ചേംബറില് നെതന്യാഹു നരബോധിയാണെന്ന് പറയുമ്പോ കെട്ടിപ്പിടിക്കുന്നതാണെന്നറിയോ? ബ്രസീലിന്റെ പ്രസിഡന്റാണ് വന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഇസ്രയേല് ലോകകപ്പിൽ കയറിയാൽ ലോകകപ്പിന്റെ ഫൈനലിൽ ഇസ്രയേൽ വന്നാൽ ഞങ്ങൾ ഫുട്ബോൾ കളിക്കില്ലെന്ന് പറയുന്നത് UAE അല്ല, സൗദി അറേബ്യ അല്ല, ഖത്തറല്ല, സ്പെയിൻ എന്ന രാജ്യമാണെങ്കിൽ ഇസ്ലാമിക പ്രതാപത്തിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ താരാട്ടുകാട്ട് കേട്ടുറങ്ങിയ സ്പെയിനിന്റെ രാജാവാ പ്രധാനമന്ത്രി പറയുമ്പോ, സഹോദര, ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾക്കും പരസ്യങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയ സ്പെയിൻ ഒരു ഭാഗത്ത് വേറൊരു അച്ചടങ്ക് രൂപാന്തരപ്പെടുകയാണ്. ഫലസ്തീൻ എന്ന അറബ് രാഷ്ട്രത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കൊളംബിയയും ബ്രസീലും സ്പെയിനും കടന്നു വരുമ്പോ അച്ചടി വരുമ്പോ സഹോദരരെ എന്തിനാണ്
ഇരകളുടെ കൊലയാളി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന് സമാധാന കരാറിൽ ഒപ്പുവെച്ചത് എന്തുകൊണ്ടാണ് സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ നെതന്യാഹു അവന്റെ വല്യച്ഛൻ ട്രംപും സമ്മതിച്ചത് എന്തുകൊണ്ട്? മറ്റന്നാൾ ഞായറാഴ്ച അല്ല, യൂറോപ്യൻ രാഷ്ട്രത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് അച്ചുതണ്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് രാഷ്ട്രീയ ഭൂപടം മാറുകയാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ കാണുന്ന യൂറോപ്പിന്റെ കയ്യിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ മാറിപ്പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പഞ്ചപുച്ഛമടക്കിയിട്ട് ഹമാസിനോട് കീഴടങ്ങി തയ്യാറായത്. അല്ലെങ്കിൽ ഫലസ്തീനിന് വർദ്ധിച്ചു വരുന്ന പിന്തുണ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അതൊരു വലിയ ഈ ഫലസ്തീനിന് വർദ്ധിച്ചു വരുന്ന പിന്തുണ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് കൊളംബിയ, സ്പെയിൻ, ഇസ്രയേൽ ലോകകപ്പിന്റെ ഫൈനലിൽ വന്ന ഞങ്ങൾ കളിക്കൂലെന്നാ പറഞ്ഞത്. ഫുട്ബോളും ഒരു സാമൂഹിക കർത്തവ്യം നിർവഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാത്തിനെയും കാടടച്ച് വെടിവെക്കാതെ ഫുട്ബോൾ കളിക്കാൻ ആരെങ്കിലും പോയാൽ നമ്മൾ അങ്ങനെ എതിരെ പോകും. 4 പേര് ഒരുമിച്ച് കൂടിയാൽ പിന്നെ നമുക്ക് ഉറക്കമില്ല. ഫുട്ബോളും ഒരു സാമൂഹിക സമവാക്യം നിർവഹിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിന്റെ കളി നടക്കുമ്പോൾ പച്ചപ്പുല്ലുകൾക്ക് തീ പിടിക്കുന്ന കാൽപന്ത് കളിയിൽ കുറുക്കന്റെ കൗശലത്തോടെ കാൽക്കുടകളുടെ കീഴിൽ കാൽപന്തുമായി കളിക്കാരുടെ ഇടയിലൂടെ ഈറ്റപ്പുലിയെ പോലെ പാഞ്ഞുപോയി 90 മിനിറ്റ് കഴിഞ്ഞ് ജയപരാജയങ്ങൾ നിർണയിച്ച് വിയർപ്പ് മുഴുവനും നിൽക്കുന്ന ആ ജേഴ്സിയുമായി കതച്ചു പോകുമ്പോ ഒരുമിച്ച് കൂടി 11 പേര് ഒരുമിച്ച് കൂടി നിന്ന് 7 പേര് ഒരുമിച്ച് കൂടി നിന്ന് ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോ ഫുട്ബോളിന്റെ മൈതാനങ്ങളിൽ കാണാൻ വന്ന കാണികളിൽ തൊലിവെളുപ്പുള്ള യൂറോപ്പിനും മദാമയും സായിപ്പുമൊക്കെ കാൽപന്ത് കളി കഴിഞ്ഞിട്ട് ഗ്യാരതകളിൽ ഗസക്ക് വേണ്ടി പ്ലക്കാർഡുകൾ എത്തുമ്പോ യഥാർത്ഥത്തിൽ ഫുട്ബോളും ഒരു സാമൂഹികമായ വലിയ കടമകൾ നിർവഹിക്കുന്നു. അതൊരു കടമയാണ്. ഇസ്രയേൽ നരബോധിയായ ഫലസ്തീനികളുടെ ചോര കുടിച്ചു വീർത്ത ഇസ്രയേലുമായി കളിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന സ്പെയിൻ അതൊരു സാമൂഹികമായ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ ലോകത്ത് മുഴുവനും വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും. 3ാം ലോകമായുധത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ മാറും. വക്കത്തിറത്തിൽ മലാഹിമി ഈ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ തുടർച്ചയായി ഫതഹ് ഖുസ്തുന്തൂനിയ, അതോടുകൂടെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കപ്പെടും. ഹബീബായ നബി തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇമാറത്തു ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തൊരു നാഗരികത രൂപപ്പെടും. അങ്ങനെ രൂപപ്പെടുമ്പോൾ ഖറാബു യസ്രിബ, അത് മദീനയുടെ തകർച്ചയാകും. ഖറാബു യസ്രിബ, ആ മദീനയുടെ തകർച്ച കതറത്തുൽ മലാഹിമി വലിയ യുദ്ധങ്ങളിലോട്ട് കടന്നു പോകും. കതറത്തുൽ മലാഹിമി വലിയ വലിയ യുദ്ധങ്ങളെ പറ്റി പുറപ്പെടുമ്പോ ആ യുദ്ധത്തിന്റെ ഇടയിൽ ഫതഹ് ഖുസ്തുന്തൂനിയ, അതിന്റെ ഉള്ളില് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരത്തെ പിടിച്ചടക്കപ്പെടും. ഫതഹ് ഖുസ്തുന്തൂനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിം സമൂഹം പിടിച്ചടക്കിയാൽ അതിനു പുറകെ ഖുറൂദ് മസീഹ് ദജ്ജാൽ, അതിനു പുറകെയാണ് ദജ്ജാൽ പുറപ്പെടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദര, ലോകാവസാനത്തിന്റെ തുടക്കം ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്ത് നിന്നാണ്. ആ ഖുദ്സിന്റെ മോചനമാണ് നടക്കാൻ പോകുന്നത്. അത് തുടങ്ങുന്നത് ഖുദ്സിന്റെ പരിസരത്ത് നിന്നാണ്. അവിടെ നിന്ന് നേരെ പോകുന്നത് കലാപങ്ങളിലേക്ക്, യുദ്ധങ്ങളിലേക്ക്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം, ആ സമയത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാൻ ഇമാം മഹ്ദി വരുന്നത്. അല്ലാഹു നമുക്ക് ഇമാം മഹ്ദിയെ കാണാൻ, ആ ഇമാം മഹ്ദിയുടെ പതാകയുടെ പുറകിൽ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം മഹ്ദി വരും. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കപ്പെടും. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നതാരാ? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നതാരാ? ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലോകത്തിന് മുഴുവനും നീതി നിഷേധിക്കപ്പെടുമ്പോ എപ്പോഴാ ഇമാം മഹ്ദി വരിക? ഞാനത് മുമ്പ് ലോകാവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞങ്ങ് പിരിയാം. പെട്ടെന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറഞ്ഞു പോട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകി. കാരണം നിങ്ങൾ കുറെ നേരം കൊണ്ട് വന്നിരിക്കുന്നവരല്ലേ, മണിക്കൂറുകളായി ഇമാം മഹ്ദി വരുന്നത് എപ്പോഴാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇസ്ലാമിക സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടും, ന്യായം നിഷേധിക്കപ്പെടും, അവരുടെ മേൽ അനീതി സംഹാര താണ്ഡവമാടുന്നു. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഇസ്ലാമിക സമൂഹത്തെ തകർക്കാമെന്ന് നമ്മളെല്ലാവരും മുസ്ലിമീങ്ങൾ മുഴുവനും ഒരാശങ്കയിൽ ഇടുന്ന നേരം. അത് ഈ കാലമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? അത്രമേൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നമ്മുടെ ഇടയിലില്ല. നമ്മുടെ രാജ്യം അങ്ങനെയാണ് നടന്നു പോകുന്നത്. ആ ഒരു ആശങ്കയുടെ കാലമൊന്നുമായിട്ടില്ല. കാരണം അനീതികൾ നടമാടുമ്പോൾ, ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ, മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കുമ്പോൾ, അവരുടെ ശിരസേറ്റ കബന്ധങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ, ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനപ്പെടുത്തുമ്പോൾ, ആ പാവങ്ങളുടെ പട്ടിണിയുള്ള എല്ലാ സമാധാന കരാറും ഒപ്പുവെച്ചിട്ടതിനു ശേഷം പാലായനം ചെയ്യുന്ന ഫലസ്തീനികളെ തങ്ങളുടെ തകർന്നടിഞ്ഞ നാടിലേക്ക് തിരിച്ചു വരുമ്പോ, തകർന്നടിഞ്ഞു പോയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോ സന്നദ്ധ പ്രവർത്തകര് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? തകർന്നു പോയ തന്റെ വീടിന്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമോള് പറഞ്ഞത്, എനിക്കിപ്പോൾ ഏറ്റവും ആവശ്യം എനിക്ക് വിശപ്പടക്കാൻ ഭക്ഷണം തരുവോ, വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞു ഫലസ്തീനിലെ പൊന്നുമോള് കരയുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തലഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യാ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. അങ്ങനെ വമാലക്കും നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടാതെ നിങ്ങളുടെ പാവപ്പെട്ട ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തതെന്താ? വൽ മുസ്തലഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, അങ്ങനെ ധാവ് നിൽക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ കുഞ്ഞുങ്ങളില്ലേ, തകർന്നുപോയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരു ഉണക്കുറൊട്ടിക്കു വേണ്ടി രക്ഷപ്പെടക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഫലസ്തീനിലെ പെൺകുഞ്ഞുങ്ങള്, മരിച്ചുപോയ മക്കളെ കബറടക്കിയിട്ട് പൊട്ടിക്കരയുന്ന ഫലസ്തീനിലെ ഉമ്മമാര്, ബുൾഡോസറുകളെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയിട്ട് തകർന്നുപോയ കാലുമായി കിടക്കുന്ന വൃദ്ധന്മാർ, അവരൊക്കെ കിടന്ന് നിലവിളിക്കുന്നില്ലേ, അല്ലാഹുവേ പടച്ചവനെ വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യാ, ഞങ്ങൾക്കൊരു മോചകനെ തരുമോ, വജഅൽ ലനാ മിൻ ലദുൻക നസീറാ, ഞങ്ങൾക്കൊരു സഹായിയെ തരുമോ എന്ന് നാടിന്റെ നാനാഭാഗത്ത് ആശയും അവലംബവും വെച്ച പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നിലവിളിക്കുമ്പോ ആ സമയത്തൊരു വിശുദ്ധമായ റമളാൻ വരുമത്രേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ, ആ സമയത്തൊരു റമളാൻ വരുമ്പോ ഇന്നലിൽ മഹ്ദി ആയത്തൈനി, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് രണ്ട് അടയാളങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടും. ഇദാ കാന ലൈലത്തു അഹ്വലു ലൈലത്തിൻ മിൻ റമളാൻ, ആ റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. രണ്ടാമതതിന്റെ പകുതിയാകുമ്പോൾ ഒരു ചന്ദ്രഗ്രഹണവും ഉണ്ടാവും. ഒരേ മാസം തന്നെ ഒരു സൂര്യഗ്രഹണവും ഒരു ചന്ദ്രഗ്രഹണവും ലം തകൂന മുൻദു ഖലഖസ് സമാവാതി വൽ അർള, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഒരു മാസം തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അടുത്തു വന്നിട്ടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, റമളാനിൽ ഫീ ലൈലത്തിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ ഇറാഖാന സ്വൈഹ, ആ വെള്ളിയാഴ്ച രാത്രിയിൽ മുസ്ലിം ലോകം വലിയൊരു ശബ്ദം കേട്ടും തകൂനു ഹിദ,
ഒരു വലിയ മണിമുഴക്കം. എല്ലാവരും അന്നത്തെ രാത്രി ഒരു വെള്ളിയാഴ്ച രാത്രിയിലെ കിടന്നിറങ്ങുമ്പോൾ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു അട്ടഹാസം, ഒരു മുഴക്കമുണ്ടാകുമത്രേ. ഹബീബായ നബി തങ്ങൾ പറയാ, അട്ടഹാസം കേൾക്കുമ്പോ ഉറങ്ങുന്നവരെല്ലാം പരിഭ്രാന്തിയോടെ ചാടിയെടുന്നേക്കും. കടപ്പറയിലെ കിടക്കുന്ന സ്ത്രീകൾ പോലും പേടിച്ചരണ്ടെടുന്നേറ്റ് ഓടിപ്പോകുന്ന ഒരു വല്ലാത്ത അട്ടഹാസം കേൾക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അട്ടഹാസം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ കയറണേ, അബുവാബക്കും നിങ്ങളുടെ വാതിലുകളെല്ലാം കുറ്റിയിടണേ, അതിന്റെ എല്ലാ സുഷിരങ്ങളും നിങ്ങൾ അടച്ചു വെക്കണേ. എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പുതപ്പുകളെടുത്ത് നിങ്ങളുടെ മുകളിലോട്ട് ഇട്ട് അതിന്റെ ഉള്ളിൽ നിങ്ങൾ കിടന്ന് ആ വല്ലാത്ത ശബ്ദം ഇങ്ങനെ അടുത്തെടുത്തു വരുമ്പോ അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങളെല്ലാവരും പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ വീഴണേ. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. നിങ്ങൾ ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് സുജൂദിൽ വീണ് പടച്ചവനോട് കേണരുളോളൂ. ആ രണ്ട് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഈ ഭയാനകരമായ ശബ്ദവും വരുമ്പോ ആ വരുന്ന അട്ടഹാസം വരുന്ന റമളാനിലൊരു പ്രത്യേകതയുണ്ട്. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയാ, ആ മാസത്തില് ധാരാളം ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ധാരാളം ജലപ്രളയങ്ങൾ ഉണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വിനീതന്റെ ജില്ല ഇടുക്കി ജില്ലയാ. ആ ഇടുക്കി ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മലവെള്ളപ്പാച്ചില് ഞാൻ നേരത്തെ ആദ്യം ബാക്കിയാത്തിൽ നിന്ന് ഞാൻ ഫാരിഗായി വന്ന് ആദ്യമായി ജോലി ചെയ്ത മനോഹരമായ നയനമനോഹരമായ നല്ല സ്നേഹമുള്ള നാട്ടുകാരുള്ള ഒരു മഹലുണ്ട്, തൂക്കുപാലം. ആ തൂക്കുപാലത്തിന്റെ തൊട്ടടുത്തുള്ള മഹലാണ് മുണ്ടേരുമാ. അവിടെയൊക്കെ ഇന്നലെ വലിയ ജലപ്രളയമാണ്. ഇതേവരെ അവരുടെ ഓർമ്മ വെച്ചിട്ടതുപോലൊരു ജലപ്രളയത്തെ കണ്ടിട്ടില്ല. എവിടെ നിന്നാണ് വെള്ളം വന്നതെന്നറിയില്ല, എങ്ങനെയാണ് ഇത് പടർന്നതെന്നറിയില്ല. സഹോദരങ്ങളെ, സാധ്യതയില്ലാത്ത മലമ്പ്രദേശങ്ങളിൽ പോലും മഴവെള്ളപ്പാച്ചിലാഞ്ഞു വരുമ്പോ, പ്രകൃതി വല്ലാതെ സംഹാര താണ്ഡവമാടുമ്പോ, കാലത്തിന്റെ ഘടനകൾ മാറിപ്പോകുമ്പോ, ഇന്നലെ തിമിർത്തു പെയ്യുന്ന മഴ, ഇന്ന് ശാന്തമായ നീലാകാശം, കാലഘടനകളും കാലാന്തര ഭേദങ്ങളും കണക്ക് കൂട്ടലുകൾ അപ്പുറത്തേക്ക് കാലന്റെ വിളിയടയാളം പോലെ കാലത്തിന്റെ കൈവിരുതുകളിലൂടെ കടന്നു വരുന്ന ഈ കലികാലത്തില് സഹോദരാ സഹോദരി, ആ വലിയ അട്ടഹാസം നടക്കുന്ന റമളാൻ കഥറത്തുസലാസില് ഇന്ന് ധാരാളം ഭൂകമ്പങ്ങൾ നമ്മൾ കേൾക്കും. ഇന്നലെ ഒമാനിന്റെ അതിർത്തി പ്രദേശത്തൊരു മരവെള്ളപ്പാച്ചിൽ വന്നിട്ടൊഴുകിപ്പോയ വാഹനങ്ങൾ എത്ര. ജസീറത്തുൽ അറബില്, കേരളത്തിന്റെ ബിലാദുൽ അർളില് ഭൂപ്രദേശങ്ങളുടെ വ്യത്യസ്തങ്ങളില്ലാതെ മരവെള്ളപ്പാച്ചിൽ പാഞ്ഞു വരുമ്പോ ഓരോ വർഷങ്ങളിലും മലയാളിയുടെ കണ്ണീരുണങ്ങുന്നതിന് മുമ്പേ ചൂരൽമല, മേപ്പാടി, ഇങ്ങനെ ദുരന്തത്തിന്റെ കണ്ണുനീർ പെയ്ത്തുകൾ കടന്നു വരുന്ന കാലത്ത് ഹബീബായ നബി തങ്ങൾ പറയാ, റമളാൻ കദറത്തുസനാസിലി, അന്ന് ധാരാളം ഭൂകമ്പങ്ങൾ ഉണ്ടാകും, മാനവംശം മരിച്ചു വീഴുന്ന ഒരു രാത്രി. ആ റമളാൻ കഴിഞ്ഞ് പിന്നെ ദുൽഖഅദയായി. ആ ദുൽഖഅദ ലോകത്തുള്ള മുഴുവൻ കബീലകളും കുടുംബക്കാരും ഹജ്ജിന് വേണ്ടി മക്കയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹജ്ജില് അന്നത്തെ ദിവസം മിനയിലാളുകൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ശുഭ്രവസ്ത്രധാരികളായി ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ച് മിനാ മരുഭൂമിയിൽ ഇങ്ങനെ
കിടക്കുന്ന അന്നത്തെ ദുൽഖഅദയിൽ ഇമാം മഹ്ദി വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദുൽഖഅദ മാസത്തില് മിനയിലെ ഹാജിമാര് കൊള്ളയടിക്കപ്പെടും. അന്ന് ഹാജിമാര് കൊള്ളയടിക്കപ്പെടും. ആ കൊള്ളയുടെ പുറകെ വഖതുറത്തുൽ ഖത്ല. അന്ന് ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന പവിത്രമായ മിനയിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടും. ഹാജിമാർ പരസ്പരം കുത്തുകളേറ്റ് കഴുത്തുകൾ അറക്കപ്പെട്ട് ശിരസറ്റ കബന്ധങ്ങൾ മിനയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളുക. എവിടെയാണിത് നടക്കുക? ഒരു പുല്ല് പോലും പറിക്കാൻ പാടില്ലെന്ന നിഷിദ്ധമായ ഹറമിന്റെ പരിധിയിൽ, മിനയുടെ പരിധിയിൽ അന്നും ഹാജിമാര് കൊല ചെയ്യപ്പെടും. വയസ്സിലു ദിമാഅഹും ഇലാ ജമറത്തിൽ അഖബ. മിനയിലൂടെ ഒലിക്കുന്ന ഹാജിമാരുടെ രക്തത്തുള്ളികൾ അങ്ങനെ പിശാചിനെ കല്ലെറിഞ്ഞോടിക്കുന്ന ജംറത്തുൽ അഖബ വരെ ഒലിച്ചു വരും. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ സമയത്തതാ അവിടെ ഇങ്ങനെ രക്തപങ്കിലമായി മിനയിലും ജംറത്തുൽ അഖബയിലും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഭൂപടത്ത് ആ സമയത്ത് ഇങ്ങനെ ലോകത്തിൽ വാർത്ത പരക്കുമ്പോ മിനയിൽ പോലും രക്തം ഒലിച്ചു വീണെന്നുള്ള വാർത്ത കേട്ട് ആഗോള മുസ്ലിമീങ്ങളെ നെഞ്ചത്ത് കൈവച്ച അല്ലാഹുവേ എന്നാണ് ഇതിനെ ഒരു അവസാനമെന്ന് ചോദിക്കുമ്പോ ആ സമയത്താണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ലോകത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് തന്റെ നാവ് കൊണ്ട് പരിഹാരം പറഞ്ഞു കൊടുത്ത ആമിനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മിനയിൽ പോലും രക്തം തളം കെട്ടി നിന്നിട്ട് ആളുകൾ ഇങ്ങനെ മുസ്ലിം സമൂഹം പൊട്ടിക്കരയുമ്പോ ആ കണ്ണീരിന് വിളിക്കുത്തരം നൽകിയ റജുലുൻ മിൻ അഹ്ലിൽ മദീന. മദീനക്കാരിൽ നിന്ന്, മദീനയിൽ നിന്ന് മിൻ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലി ബൈത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന്റെ മോചനത്തിനായി ഇമാമുനാ മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിൽ നിന്നല്ലേ ഉമ്മത്തിന്റെ മോചനം വരേണ്ടത്? മദീനയിൽ നിന്നല്ലേ ഈ ഉമ്മത്തേത് സമയത്ത് പിടച്ചു പോയാലും അതിന്റെ മോചനത്തിന്റെ തൃക്കരങ്ങൾ വരുന്നത് മദീന, മദീന, മദീന. പച്ചക്കുപ്പയുടെ താട് അറക്കപ്പറയിൽ കിടക്കുന്ന രാജകുമാരന്റെ ആ സുന്ദരമായ റൗളയുടെ മുകളില് ഒരു പച്ചത്തുണിയുടെ താഴെ സ്വർണത്തിന്റെ ലിപിയിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത്തീനല യരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ഹുജ്രിഹാ. ഇന്ന് നിങ്ങൾ പോകണേ, റൗളയിൽ പോകണേ, മുത്തിനെ കാണണേ, സലാം പറയണേ. മടങ്ങുന്ന നേരത്ത് ആ പച്ച തുണിയുടെ താഴെ ഒരു സ്വർണ്ണ അക്ഷരം നിങ്ങളുടെ കണ്ണിൽ പെടണേ, ഇന്നത്തീനല യരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ഹുജ്രിഹാ. അവസാന കാലത്ത് ദീനും മദീനയിലേക്ക് മടങ്ങി വരും. പാമ്പ് എവിടെ പോയാലും അതിന്റെ മാളത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ എല്ലാ കലാപങ്ങൾക്കും കാലുഷ്യങ്ങൾക്കും എല്ലാ അക്രമങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും മകനെ അവസാനം ദീൻ വന്ന് നിൽക്കുന്നത് മദീനയിലാണ്, മദീനയിലാണ്. അവിടെ നിന്ന് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാകും. ലോകത്തുള്ള ഔലിയാക്കളും അബ്ദാലുകളും ആയിരക്കണക്കിന് വിശ്വാസികളും ഇമാം മഹ്ദിയുടെ പതാകയുടെ പുറകിൽ വന്ന് വിശദീകരിക്കുന്നില്ല. ആ ഇമാം മഹ്ദിയുടെ പട്ടാളം നേരെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. ആ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാൻ ഇമാം മഹ്ദി പോരുമ്പോ ഇമാം മഹ്ദിയെ നേരിടാൻ വരുന്നവരാരെന്നറിയോ? ഖുദ്സിന്റെ മോചനം എവിടെയാണ്? ജൂതപ്പരിശകളുടെ ഏരിയൽ ഷറോണിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ പിതൃശൂന്യനായ തലമുറയുടെ ജൂതായുസത്തിന്റെ തലവേറെടുക്കാൻ ലോകത്തേക്ക് വരുന്ന പുനരുത്ഥാന നായകന്റെ പേരാണ്. ഈ കാണുന്ന നേതാക്കളല്ല, ഈ സുഖലോലുപതയുടെ തമ്പുരാക്കന്മാരല്ല, 70,000 ജൂതന്മാരാണ് ദജ്ജാലിന്റെ പുറകെ കടന്നു വരിക. ഇമാം മഹ്ദിയെ നേരിടാൻ വരുന്ന ആ സൈന്യത്തിൽ 70,000 ജൂതന്മാരുണ്ട്. മുസ്ലിമീങ്ങളും അവരും തമ്മിൽ യുദ്ധമുണ്ടായി. അവസാനം ആ ജൂതായുസം തകർന്ന് തരിപ്പണമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ
ഖുദ്സിനെ മോചിപ്പിക്കാൻ നെതന്യാഹുവിന്റെ പിതൃശൂന്യരായ തലമുറയെ ഈ ലോകത്ത് നിന്ന് നാമാവശേഷമാക്കാൻ ചരിത്രത്തിൽ പലരും വന്നിട്ടുണ്ട്. അതിലൊരാള് ധീരനെ പിന്നാളി വീരനെ വീരശൂര പരാക്രമി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഖുദ്സ് പിടിച്ചെടുത്തത് ഉമർ ഖത്താബാണ്. പേർഷ്യയിൽ നിന്ന് റോമിൽ നിന്ന് അവസാനം അത് പേർഷ്യ തിരിച്ചെടുത്തു. പിന്നെ രണ്ടാമത് കുരിശ് പട്ടാളത്തിൽ നിന്ന് ലോകചരിത്രത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചെടുത്ത ഖുദ്സ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ഇമാം നൂറുദ്ദീൻ സംഘി പിടിച്ചെടുത്ത ഖുദ്സ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിതൃശൂന്യ തലമുറ അനുഭവിക്കുന്ന ഖുദ്സ്. ആ ഖുദ്സിനെ പിടിച്ചെടുത്ത് മുസ്ലിം ലോകത്തിന് ഇസ്സത്ത് പകരാൻ ഒരു നായകൻ വരുന്നുണ്ട്. ആ നായകനാണ് ഇമാമുനാ മഹ്ദി അലൈഹിസ്സലാം. ഇമാമുനാ മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു ഇമാം മഹ്ദിയുടെ പുറകിൽ നിരക്കാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുദ്സിന്റെ മോചനം ഇമാം മഹ്ദിയിലൂടെ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം ജൂദായിസത്തെ കൊന്നുടക്കിയത് ഹിറ്റ്ലറാണ്. ഞാൻ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കാൻ. ഇമാം മഹ്ദിയെ നേരിടാൻ വേണ്ടി വരുന്ന പട്ടാളത്തിൽ 70,000 ജൂതന്മാരുണ്ടാവും. അവരെ ഈ ലോകത്ത് നിന്ന് നാമാവശേഷമാക്കി ഇസ്ലാമിന്റെ കൊടി ലോകത്തിന്റെ മുകളിൽ അള്ളാഹു പാറിക്കുക തന്നെ ചെയ്യും. അന്നാണ് ഒരു മാതള നാരങ്ങയുടെ തൊലിയുടെ താഴെ ആളുകൾ കൂട്ടത്തോടെ മടനനയാടെ നടന്നു പോകുന്ന ഒരു സമൃദ്ധിയുടെ കാലം. ഒരു മാതള നാരങ്ങയുടെ തൊലിയുടെ താഴെ നൂറുകണക്കിന് ആളുകൾ, അതിനൊരു കൊടയുടെ വലിപ്പം ഉണ്ടാവും. ആ രീതിയിൽ സമൃദ്ധിയും സ്നേഹവും വരുന്ന ഒരു കാലത്തേക്ക് അള്ളാഹു ഈ ദീനിനെ കൊണ്ടുവരും. നിങ്ങളുടെ അധര വ്യായാമങ്ങൾ, നിങ്ങളുടെ ഈ ബോംബർ വിമാനങ്ങൾ, നിങ്ങളുടെ ഈ വിമാനവേദ പീരങ്കികൾ ഒരു ജനതയെ തകർക്കാൻ കഴിയില്ല. മരണത്തെ പേടിയില്ലാത്തവന് പിന്നെ ആരെ പേടി? എന്തുകൊണ്ടാണ് ഇസ്രയേലിന് ജയിക്കാൻ കഴിയാത്തത്? ഇസ്രയേൽ ഭീരുക്കളാണ്. അവർ അയൺ ഡോം വെച്ചിരിക്കുന്നത് മരിക്കാതിരിക്കാനാണ്. ഫലസ്തീനികൾ മരിക്കാൻ വേണ്ടി നടക്കുന്നത്. എങ്ങനെയും ഒന്ന് ഷഹീദായ മതി എന്ന് കരുതുന്ന ഒരു ജനതയെ തകർക്കാൻ ലോകത്താർക്കാ കഴിയുക? അല്ലാഹു അവിടേക്ക് നമ്മളെ എത്തിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെത്ര സന്തോഷത്തിൽ ജീവിക്കുന്നു, നമ്മളെത്ര സമാധാനത്തിൽ ജീവിക്കുന്നു, നമ്മളെത്ര സ്നേഹത്തോടെ ജീവിക്കുന്നു. ആ ഫലസ്തീന് വേണ്ടി ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാരൊക്കെയാണ്? മുസ്ലിമീങ്ങളല്ല. കലാലയങ്ങൾ, കൊച്ചു കുരുന്നുകൾ നാടകം അവതരിപ്പിച്ച് ഫലസ്തീനിലെ ചിതറിപ്പറിക്കുന്ന തങ്ങളുടെ സ്കൂളിൽ, തങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ പോകേണ്ട പൈതങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പോയ കുരുന്നുകളുടെ മുമ്പിൽ തിരശ്ശീല താഴ്ത്തിക്കൊടുത്തവന്റെ പേര് അധ്യാപകൻ എന്നാണ്, അധ്യാപിക എന്നാണ്. തലയിൽ ഒരു പെണ്ണ് ശിരോവസ്ത്രം ധരിച്ചാൽ അതിനോട് അരോചകത്വമുള്ളതിന്റെയും പേര് അധ്യാപക എന്നാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, വൈദ്യനും വൈദികനും വാദ്യാരും നന്നായ ലോകം നന്നാവുന്നതാണ്. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായ ലോകം നന്നാവുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര സന്തോഷവാന്മാരാണ്. ഞാൻ ബൈത്തുൽ മുഖദ്ദിസിൽ പോകുമ്പോൾ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോയപ്പോ ഇസ്രായേൽ പട്ടാളം പള്ളിയിലോട്ട് കയറി വന്നു. അസറിന് നേരം കൂടി ഞങ്ങൾക്ക് ജുമ കിട്ടിയില്ല. അപ്പൊ പോയ എല്ലാവരും പറഞ്ഞ അസറെങ്കിലും ബൈത്തുൽ മുഖദ്ദിസ് നിസ്കരിക്കണം. അപ്പൊ ഗൈഡ് എന്നോട് പറഞ്ഞു, ഞാനാണ് അമീർ, ഇവിടെ ധാരാളം പ്രശ്നങ്ങളാണ്, അസർ നിസ്കരിക്കാൻ നിൽക്കണ്ട. ഏതായാലും അസറിന് അപ്പോ നമ്മുടെ കൂടെ വന്നവർക്ക് ഈമാൻ കൂടി മഗ്‌രിബിന് ബൈത്തുൽ മുഖദ്ദിസിൽ ഇമാമിന്റെ ഖിറാഅത്ത് കൂടെ കേട്ടിട്ട് അവര് വരണം. ഗൈഡ് പല പ്രാവശ്യം പറഞ്ഞു നിൽക്കരുത്. ഞാൻ പല പ്രാവശ്യം മതി, ഇത്രയും പൈസ മുടക്കി വന്നിട്ട് പോവാന്. അവസാനം ഗൈഡ് എന്നോട് പറഞ്ഞു, ഞാൻ വെളിയിൽ ബസ്സിന്റെ അവിടെ ഉണ്ടാവും, അങ്ങോട്ട് വന്നാൽ മതി. ഏതായാലും മഗ്‌രിബ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ പ്രശ്നമായി. സലാം വീട്ടിൽ കഴിഞ്ഞ് നോക്കുമ്പോ ഈ AK ആൻഡ്രേ കലാഷ്നിക്കോവിന്റെ 47 തോക്കുമായിട്ട് പട്ടാളക്കാർ വരുന്നുണ്ട്. 4 പാടും ചിതറി. സഹോദരങ്ങളെ, അതിന് വീടില്ലാത്തവരുണ്ട്, ഭക്ഷണമില്ലാത്തവരുണ്ട്. ആ ഭക്ഷണമില്ലാത്തവരുടെ മുമ്പിൽ ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് അതിന്റെ ജനല് തുറന്നു നോക്കുമ്പോ
ഇസ്രയേലിനെയും പലസ്തീനെയും വേർതിരിച്ച ഒരു മതിലുണ്ട്. ആ മതിലിലാണ് ഇസ്രയേലും പലസ്തീനും വേർതിരിക്കപ്പെട്ടത്. ഭീമാകാരമായ മതിൽ, ഒരു വലിയ മതിൽ രണ്ടായി വിഭജിച്ചു. ആ മതിലിൽ പലസ്തീനികൾ അറബി ഭാഷയിൽ തങ്ങളുടെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. ഞാൻ താമസിച്ച ഹോട്ടലിന്റെ ജനാല തുറന്നു നോക്കുമ്പോ നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന മതിലിൽ അറബി ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ മതിൽ നിൽക്കുന്നത് എന്റെ വീടിന്റെ മുകളിലാണ്. ഒരു രാത്രിയിൽ ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് എന്റെ കൊച്ചു വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ നേരത്തെ നടന്ന ഇസ്രയേൽ ഭീകരന്മാർ ബുൾഡോസറിന്റെ അടിയിൽപ്പെട്ട് കാല് തളർന്ന് രണ്ടു പാലും തകർന്നു പോയ എന്റെ പിതാവ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്റെ പിതാവിന് ഭക്ഷണം വെച്ചു കൊടുത്ത് ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ഭർത്താവ് വന്നിട്ട് ജോലി കഴിഞ്ഞു വന്ന അദ്ദേഹം പുറകിൽ കുളിക്കുകയാണ്. ഒരു ബുൾഡോസറിന്റെ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ഇസ്രയേലിന്റെ ജാരസന്തതികൾ എന്റെ വീടിന് നേരെ ബുൾഡോസറുകളുമായി പാഞ്ഞു വരികയാണ്. ഞാൻ എന്റെ രണ്ടു മക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി മാറുമ്പോ ബുൾഡോസർ എന്റെ വീടിന്റെ മുകളിലൂടെ കടന്നുപോയി. ഒരല്പനേരം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ രണ്ട് കാര്യം നഷ്ടപ്പെട്ട എന്റെ പിതാവ് ബുൾഡോസറിന്റെ മുന്നിലെ ചക്രത്തിൽ ചതഞ്ഞിരിപ്പുണ്ടായിരുന്നു. കുളിച്ചുകൊണ്ടിരുന്ന എന്റെ ഭർത്താവ് ശരീരം തെളിഞ്ഞറിഞ്ഞ് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ച എന്റെ പിതാവിന്റെ, എന്റെ ആശയും അവലംബവുമായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ, എന്റെ രണ്ട് കുരുന്നു മക്കളുടെ മയ്യത്തിന്റെ മുകളിലാണ് ഈ മതിൽ നിൽക്കുന്നത് എന്ന് ഓരോ മീറ്റർ കഴിയുമ്പോഴും പലസ്തീനികൾ അവരുടെ കുറിപ്പ് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ആ മതിലിന്റെ താഴെ അവരുടെ വീടുകളുണ്ടായിരുന്നു. ആ മതിലിന്റെ താഴെ അവരുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ മതിലിന്റെ താഴെ അവരുടെ കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് നടന്നിരുന്നു. അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയുടെ സേന അധിനിവേശത്തിന്റെ കാൽപ്പാടുകൾ അടക്കിട്ടുറപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. ബാങ്ക് വിളിക്കുന്നു, നമ്മൾ സമാധാനത്തോടെ നിസ്കരിക്കുന്നു, ജുമ നടത്തുന്നു. ഇന്നീ പാതിരാത്രിയിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു. നമുക്കൊന്നിന്റെയും വിലയറിയില്ല, ആരോഗ്യത്തിന്റെ വിലയറിയില്ല, ആയുസിന്റെ വിലയറിയില്ല, സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയില്ല. നമ്മളിങ്ങനെ ചിരിച്ചും കളിച്ചും മതിച്ചും രസിച്ചും ഹരിച്ചും അഹങ്കരിച്ചും കൊതിച്ചും നമ്മളിങ്ങനെ നടക്കുകയാണ് ദുനിയാവിന്റെ ആഡംബരത്തിലൂടെ. അവസാനിക്കും സഹോദരങ്ങളെ ഈ ജീവിതം. മിനിങ്ങാന്നൊരു വാർത്ത കേട്ടു. ഗൾഫിൽ വന്ന കുടുംബത്തെ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടിട്ട് തിരിച്ചുപോയ വീട്ടുകാരൻ ഭർത്താവ് ഹൃദയാഘാതം വന്ന് മരിച്ചു. ഹൃദയാഘാതം വന്നു മരിച്ചു. സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുന്ന ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം ഇങ്ങനെയാണ്. ഇന്നലെ എന്റെ മഹലിൽ ഒരു മരണം നടന്നു. ഞാൻ സ്വാഭാവികമായും ഇന്നലെ മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് സ്വാഭാവികമായി എത്തണമെന്ന് ആഗ്രഹമുള്ള ഒരു മരണമാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ മയ്യത്ത് വരാതിരിക്കും. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പോകണമെന്ന്. അവരുടെ സമ്പന്നനായതുകൊണ്ടല്ല, അവരുടെ കോടീശ്വരനായതുകൊണ്ടല്ല. ഒരു പാവപ്പെട്ട എന്റെ മഹലില് ഏറ്റവും പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അബ്ദുൽ കരീം, പാവമാണ്, ഒരു ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്നവർ, സ്വന്തമായി ഒരു കിടപ്പാടമില്ല, ഭാര്യയും 3 പിഞ്ചുമക്കളും. ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്നു പറയാണ്, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യും. സഹോദരങ്ങളെ, എന്റെ മഹലിലാണ്, ഞാൻ ആ മഹലിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അവന് വേണ്ടി വീടില്ല, ആ വീട് വെച്ച് കൊടുക്കാൻ അവന് വേണ്ടി അവന്റെ ഹാർട്ടിന് ഹോളുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അവന്റെ ശരീരത്തിന് അതിനുള്ള ഒരു അവസരം ഉണ്ടാകണം. ഡോക്ടർമാരത് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കിയാൽ വേറെ പല പ്രശ്നങ്ങൾ, BP കൂടുന്നു, ഷുഗർ കൂടുന്നു, നാനാവിധ അസുഖങ്ങൾ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാവരും കൂടി ശ്രമിച്ചു, നടന്നില്ല. ഈ വർഷം അവൻ ഓപ്പറേഷന് സമയമായി ഡോക്ടർ വന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ്. അവന്റെ ജീവിതത്തിന് വലിയൊരാഗ്രഹം ഒരു വീട് വെക്കണമെന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലെ മഹലിലെ സുമനസ്സുകളായ കുറെ ആളുകൾ അതിനുവേണ്ടി ഒരുമിച്ച് കൂടി അവനൊരു വീട് വെക്കാൻ തീരുമാനിച്ചു. ആ വീടിന് വേണ്ടി ഞങ്ങളുടെ മഹലിന്റെ ഉള്ളിൽ ആ സുഹൃതമായ ആ ചെറുപ്പക്കാരെല്ലാവരും നടന്ന് അവർ സമ്പത്ത് സ്വരൂപിച്ചു. ആ ആവശ്യവുമായി ഞാൻ ഹംദാൻ ഫൗണ്ടേഷനിൽ ഇരിക്കുമ്പോ അവരെന്നെയും വന്ന് കണ്ടു. ഞാനും അവൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹകരിച്ചു. എപ്പോഴും ആ ചെറുപ്പക്കാരൻ എന്ത് വിഷയമുണ്ടായാലും എന്റെ വീട്ടിൽ വരും, എന്റെ അടുക്കൽ വരും. ഉസ്താദേ, പ്രയാസമാണ്, ദുഃഖമാണ്, കഴിയുന്നത് പോലെ അതിന് പരിഹാരം കാണും. അവസാനം
രണ്ടാഴ്ചകൾക്ക് മുമ്പ് 3 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ വാർഡിലെ മെമ്പർ എന്നെ വിളിച്ചു. ഞാനെന്ന് ദുബൈയിലാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, കരീമിന് ഇപ്പോൾ ശാരീരിക നിലയെല്ലാം ഓക്കെയാണ്, ഇപ്പോൾ വേണമെങ്കിൽ ഓപ്പറേഷൻ നടത്താം, പക്ഷേ ഏത് സമയത്ത് ഇത് മാറുമെന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ നടത്തണം. ഞാനന്ന് UAE-യിലാണ്. ഞാൻ അവരോട് പറഞ്ഞ UAE-യിലാണ്. ഞാൻ തിരിച്ചു വന്നിട്ട് അതിനുള്ള സൗകര്യം ജമാഅത്ത് കമ്മിറ്റിയെ ബന്ധപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിലെ സുമനസ്സുകളായ ആളുകളെല്ലാവരും കൂടി പെട്ടെന്ന് പൈസ പിരിച്ചു. കഴിഞ്ഞ മുമ്പിലത്തെ വെള്ളിയാഴ്ച ജുമയ്ക്ക് ഞാൻ എഴുന്നേറ്റ് ഞങ്ങളുടെ മഹല്ലിൽ ജുമയ്ക്ക് വന്നവരോട് ആ കാര്യം പറഞ്ഞു. അവരെല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന പൈസ എല്ലാം വിട്ടു. അവസാനം ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ച് ആ ചെറുപ്പക്കാരന്റെ ഓപ്പറേഷന് വേണ്ടി തയ്യാറായി. അതേ സമയത്ത് അവൻ ഓപ്പറേഷൻ കഴിഞ്ഞു വരുമ്പോ അവനൊരു പുതിയ വീട് വെച്ചു കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ മഹല്ലിലെ മറ്റാളുകൾ വീടിന്റെ പണിയും തുടങ്ങി. ആ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. ഒരേ സമയത്ത് ഓപ്പറേഷൻ. അവനെ തിരിച്ച് സ്വന്തമായൊരു വീട്ടിലോട്ട് കടത്തണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ UAE-ന്ന് വന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമയ്ക്ക് ഞാൻ എന്റെ മഹല്ലിൽ പോകുമ്പോ ആ കരീമിന്റെ ബന്ധുവായ ശംസുദ്ദീൻ സാഹിബിനോട് ചോദിച്ചത്, എങ്ങനെയുണ്ട് ഉസ്താദേ? കുഴപ്പമില്ല, അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കുന്നുണ്ട്, സന്തോഷമായിരിക്കുന്നു, അൽഹംദുലില്ലാഹ്, എത്രയും പെട്ടെന്ന് വീട് പൂർത്തിയാക്കി അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ ഇന്നലെ രാവിലെ എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് സന്തോഷത്തോടെ ഇരുന്ന് അബ്ദുൽ കരീം മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ ആ മെസ്സേജ് വായിച്ചിട്ട് കുറെ നേരം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. എനിക്ക് ആ മയ്യത്തുസ്കാരത്തിൽ പങ്കെടുക്കണമെന്നൊരാഗ്രഹം. കാരണം അവൻ എന്ത് സങ്കടം ഉണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും എത്രയോ വർഷങ്ങളായി അവൻ എന്റെ വീടിന് മുമ്പ് വരും. ഇല്ലെങ്കിൽ എന്നോട് വന്ന് പറയും. ഈ 2 പരിപാടികൾ പലപ്പോഴും ഞങ്ങളെ പോലെയുള്ള ഒരു വിഷമം, ഒരു പ്രസംഗമായിട്ടെടുത്ത് ഒരു മരിപ്പിന് പോകാൻ പറ്റില്ല, വീട്ടിൽ പ്രയാസം ഉണ്ടായി പോവില്ല. ഇന്നലെ അവനെ കബറടക്കി. അവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് പാതി പണിത് അവന്റെ വീടിന് മുമ്പിൽ വെച്ചു. ആ വീട് പൂർത്തിയാക്കി ഞങ്ങളുടെ അയൽപക്കക്കാരന് കൊടുക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം പൂവണിഞ്ഞില്ല. അള്ളാഹുവിന് പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗത്തിലെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ഭാര്യയും പിഞ്ചു പൈതങ്ങളെയും യാത്രയാക്കി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിടും. സഹോദരങ്ങളെ, ഒരൊറ്റത്തിൽ ഞാൻ ആലോചിച്ചു, വേണ്ട, എല്ലാ ആഗ്രഹങ്ങളും ഒരു വീട്ടിൽ നനയാത്തൊരു വീട്ടിലേക്ക് കിടക്കാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയാതെ അവൻ പോകുന്നത് ചിലപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാവില്ല. സഹോദരങ്ങളെ, എന്നാലും ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങൾക്ക് ഒരു സമാധാനമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ മഹല്ലുകാർക്ക് ഒരു സമാധാനമുണ്ട്. നാളെ പടച്ചവന്റെ മുമ്പിൽ പോകുമ്പോ അവൻ ഒരിക്കലും പറയില്ലല്ലോ, എന്റെ ശരീരം ഓപ്പറേഷന് തയ്യാറെടുത്തപ്പോ ഇവരെന്നെ സഹായിച്ചില്ല റബ്ബേ എന്ന് പറയില്ലല്ലോ, എന്റെ വീട് വെക്കാൻ ഇവരെനിക്കൊന്നും തന്നില്ലെന്ന് ഞങ്ങളോട് പറയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരു പാവപ്പെട്ടവനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കടമ ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങളുടെ മഹല്ലുകാർക്കൊരു സമാധാനം മാത്രമാണുള്ളത്.